ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 381 സന്ദേശം. നീ അനുസരിക്കുമ്പോൾ ഞാൻ നിന്റെ ബലഹീനത എടുത്തു മാറ്റി എൻ്റെ ശക്തി നിക്ഷേപിക്കുന്നു. ഞാനുമായി ഈ വെച്ചുമാറ്റം നടത്തുവാൻ ആത്മാക്കൾ ആഗ്രഹിക്കാത്തതിൽ ഞാൻ വിസ്മയിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 381 സന്ദേശം. പ്രിയമുള്ളവരെ, ആത്മീയതയിൽ പുരോഗമിക്കുന്ന ചില വ്യക്തികൾ വരുത്തുന്നൊരു വലിയ തെറ്റാണ് തങ്ങളുടെ അധ്വാന ഫലം കൊണ്ടാണ് ഈ ആത്മീയ പുരോഗതി ലഭിക്കുന്നത് എന്ന് വെച്ച് പുലർത്തുന്ന ഒരു ധാരണ. പലപ്പോഴും പല വ്യക്തികളും അറിയാതെ തന്നെ ഈ തെറ്റ് വരുത്തുന്നുണ്ട്. എൻ്റെ അധ്വാനത്തിൻ്റെ, എൻ്റെ പ്രാർത്ഥനയുടെ, എൻ്റെ പരിത്യാഗത്തിൻ്റെ, എൻ്റെ വിശ്വസ്തതയുടെ ഫലമാണ് ഞാൻ ആർജിച്ചെടുത്തിരിക്കുന്ന ഈ ആത്മീയ പുരോഗതി എന്നുള്ള ചിന്തയാണ് ഏറ്റവും വലിയ അഹങ്കാരവും, ഏറ്റവും വലിയ അജ്ഞതയും, ഏറ്റവും വലിയ വിഡ്ഢിത്തരവും. കാരണം ദാനമായിട്ടല്ലാതെ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഈശോ അതിലൂടെ അർത്ഥമാക്കുന്നത് മനുഷ്യൻ്റെ വിശ്വസ്തതയുടെ ചേർന്ന് നിൽക്കലിനാണ്. മനുഷ്യൻ ആത്മീയതയിൽ ദൈവം ദാനമായിട്ട് തരുന്നതിനോട് വിശ്വസ്തതയോടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ പുരോഗതി സംഭവിക്കുക. അവിടെ ദൈവഹിതപ്രകാരമാണ് ആ മനുഷ്യൻ ജീവിക്കുക. അവൻ സ്നേഹിക്കുന്നതും അവൻ അധ്വാനിക്കുന്നതും അവൻ ഉപവസിക്കുന്നതും അവൻ പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുന്നതും ഒക്കെ ദൈവഹിതമനുസരിച്ച് മാത്രമാണ്. ഇവിടെ ബലഹീനതകൾക്ക് പ്രസക്തിയില്ല. കാരണം നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നതെന്ന് പറയുന്ന ഈശോ അവിടെ ഏറ്റവും പൂർണ്ണതയോടെ ഒരു വ്യക്തിയിൽ ഇടപെടുകയാണ്. ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും മറച്ചു വെച്ച ശിശുക്കൾക്ക് ജ്ഞാനം വെളിപ്പെടുത്തുന്ന പിതാവ് തൻ്റെ ശൈലി തുടങ്ങുന്നത് അവിടെയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റേതാണെന്ന് ഒരു മറയില്ലാത്ത വിധം വെളിപ്പെടുത്തപ്പെടുന്നത് എവിടെയാണോ അവിടെയാണ് അവിടുന്ന് ആവസിക്കുന്നതും അവിടുന്ന് കൃപകൾ ചൊരിയുന്നതും അവിടുന്ന് തന്നെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുന്നതും. അതുകൊണ്ടാണ് ഇവിടെ പറയുക, നീ അനുസരിക്കുമ്പോൾ ഞാൻ നിന്റെ ബലഹീനത എടുത്തു മാറ്റി എൻ്റെ ശക്തി നിക്ഷേപിക്കുന്നു. എവിടെയാണ് ശക്തി ലഭിക്കുക? തിരുവചനമനുസരിച്ച് നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. അനുസരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അനുസരിക്കുമ്പോൾ ദൈവഹിതത്തിന് ആമേൻ പറയുകയാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിൽ ആമേൻ പറയുകയാണ്. ആത്മാക്കൾ ഈ വെച്ചുമാറ്റം നടത്താത്തിൽ ഞാൻ വിസ്മയിക്കുന്നു എന്ന് ഈശോ പറയുക. ഒത്തിരിയേറെ അധ്വാനം കൊണ്ട് എന്തൊക്കെയോ ലഭിക്കുമെന്ന ചിന്തയിൽ കടന്നു പോകുമ്പോൾ ദൈവസ്വരത്തിന് കാതോർക്കാൻ പലർക്കും സാധ്യമല്ല. അവർക്ക് ദൈവഹിതമനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കേണ്ടുന്ന ചെറിയ ലഘുവായ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് അവർ മറന്നു പോവുകയാണ്. എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും എൻ്റെ ഭാരം ലഘുവാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു മനുഷ്യനായിത്തീരേണ്ട അവസ്ഥ അതായതുകൊണ്ട് ദൈവം അവനിൽ നിന്ന് പൂർണ്ണത ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം ദാനമായിട്ട് കൃപയോടുകൂടി അവൻ്റെ കൂടെ നിന്ന് അവനെ നയിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ആ വ്യക്തിക്ക് ആ സമയത്തുണ്ടാകുന്നു. ബലഹീനമായ വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവകരുണയ്ക്കായിട്ട് സമർപ്പിക്കാം. ഈശോയോട് പറയാം, ഈശോയെ, എൻ്റെ കുറവുകൾ നിനക്കറിയാം. ഞാൻ അറിയുന്നതിനെ കഴിഞ്ഞും ലോകമറിയുന്നതിനെ കഴിഞ്ഞും എൻ്റെ ശൂന്യതകൾ നിനക്കറിയാം. ഞാൻ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞാനെങ്കിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.